ഹായ് ഹലോ, വെൽക്കം ടു ഫാലമി ജംഗ്ഷൻ. ഇന്ന് കൊങ്കിണി സ്പെഷ്യൽ പത്രോട ആയാലോ? പത്രോട എന്താന്നൊരു സംശയം തോന്നിയില്ലേ? നമ്മുടെ ചേമ്പിലെ അപ്പമേ, ചൊറിയൊന്നുമില്ല, ചേമ്പിലെ അപ്പം നല്ല അടുപ്പനായി വെക്കാം. ഇപ്പൊ എല്ലാവരും റെഡിയല്ലേ? അതിനായിട്ട് നമുക്ക് ആദ്യം നല്ല ചേമ്പിലയുടെ തണ്ട് നോക്കി മാറ്റിയെടുക്കാം. ഇതേപോലെ വേണം ചെയ്യാൻ, തണ്ട് മാത്രം എടുത്ത് മാറ്റുക. ഇനി നമുക്കിതിൻ്റെ അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു തേങ്ങ മൊത്തവും നമുക്ക് വേണം. തേങ്ങ ചീളുകളാക്കി എടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് ഒരു 13 മുതൽ 14 വരെ വറ്റൽമുളക് വേണം. നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് രണ്ടും നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരി ചേർക്കാം. അരി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതായിരിക്കണം. നല്ലപോലെ കുതിർത്തെടുത്ത അരി നമുക്കിതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് വേണം അരി വെച്ച് അരച്ചെടുക്കാൻ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, പിന്നെ ഒരു കഷ്ണം പുളി. ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റാർ ഫ്രൂട്ട് യൂസ് ചെയ്യാം. ഉപ്പ് എല്ലാം കൂടെ നല്ലതുപോലെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോഴൊന്നും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്താൽ അങ്ങ് ലൂസായി പോകും. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചേമ്പിലയിലേക്ക് ഇതെല്ലാം ഇതേപോലെ പരത്തി കൊടുക്കാം. പരത്തുമ്പോൾ ഇല മൊത്തം പരത്തണം. ഇനി ഇതേപോലെ മടക്കി, നല്ലപോലെ മടക്കി 2 സൈഡ് ഒതുക്കി മടക്കണം. ഒതുക്കി മടക്കിയെടുത്ത് ബാക്കി പുറം ഭാഗത്തും മാവ് തേച്ചു കൊടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ തേച്ച് ഫില്ലാക്കി നമുക്ക് ഇഡ്ഡലി പാനിൽ വെള്ളം വെച്ച് ഇത് വേവിക്കാൻ വെക്കാം. ഇനി ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇത് അതിലിരുന്നൊന്ന് വേവട്ടെ. ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാമേ. അങ്ങനെ നമ്മുടെ പത്രോടയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. വേറൊരു കാര്യം, ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് വേറൊരു രീതിക്ക് ഇത് തിന്നാൻ കൊടുക്കാം. ഞാനിത് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഇവയെല്ലാം നിരത്തി. കണ്ടില്ലേ, എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വരും. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയ ശേഷം മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, പത്രോട ഫ്രൈയും ആയി. നമ്മുടെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്നും ഈ പത്രോട ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള വിശ്വാസത്തിൽ ബൈ.